أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. സ്നേഹമുള്ള സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് മുഖേന ഏതാനും മണിക്കൂറുകളോളമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വനിതകൾക്ക് മാത്രമായുള്ള ഈ ഒരു സെഷന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിലപ്പെട്ട സമയങ്ങളെയും സന്ദർഭങ്ങളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് മാത്രം വിനിയോഗിക്കുവാനുള്ള സൽബുദ്ധിയും അതിനനുസരിച്ചുള്ള ഇഖ്ലാസും ഉദ്ദേശശുദ്ധിയും എല്ലാം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ഓരോ നീക്കങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരലോക ഭവനത്തിൽ
അത്യുന്നതമായ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബാദികൾക്കുമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു വസ്തുതയുണ്ട്. പ്രവാസികളായ എന്റെ സഹോദരിമാരോടാണ് എനിക്കത് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം ലഭ്യമായ ആളുകളാണ് നിങ്ങൾ. ഇതുവരെ ഒരു ഫ്ലൈറ്റിൽ കയറാൻ മോഹിച്ചിട്ട് നടക്കാതെ, ഒരു എയർപോർട്ടിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് എന്നാണ് ഇങ്ങനെ ഒന്ന് ഇതിലൂടെ വന്ന് ഒരു വിമാനം കയറിപ്പോകാൻ സാധിക്കുക എന്ന് ആശയോടെ ഇറങ്ങിപ്പോരുന്ന ആളുകളെയും അങ്ങോട്ട് യാത്രയാക്കുന്ന ആളുകളെയും നോക്കി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നും നാട്ടിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉറ്റവരെയും ബന്ധുക്കളെയും ഒക്കെ കാണാതെ ഒറ്റയ്ക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് മുഖേന വിരഹത്തിന്റെ വേദനകൾ കാര്യമായി അറിയാതെ ആശിച്ചതുപോലെ തന്റെ ഭർത്താവുമൊത്ത് കുട്ടികളുമൊത്ത് ഈ രാജ്യത്ത് വന്ന് വർഷങ്ങളോളമായി ജീവിക്കുവാനും താമസിക്കുവാനും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കാനും അവസരം കിട്ടിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഇത് തന്നെയാണ്. മറ്റുള്ള പല ആളുകളെ പോലെ നാട്ടിലുള്ള മറ്റു രൂപത്തിലുള്ള പ്രയാസങ്ങളില്ല, വല്ലാതെ ക്ലേശിക്കേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് നയിക്കപ്പെടേണ്ടി വരുന്നില്ല. കാരണം താൻ തന്നെ നായികയാണ്. ആരുടെയും ഭരണത്തിന്റെ കീഴിലല്ല, കാരണം താൻ തന്നെ ഭരണാധികാരിയാണ്. ആരുമായും പോരുകൂടേണ്ടതില്ല, ആരിൽ നിന്നും വിഷമങ്ങൾ അനുഭവിക്കേണ്ടതില്ല. അമ്മായിമ്മ പോരില്ല, നാത്തൂൻ പോരില്ല. അങ്ങനെയുള്ള ഇന്ന് സമൂഹത്തിലെ പലയിടങ്ങളിലും മാനസികമായി വിഷമിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒട്ടേറെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി സ്വൈരമായി ഇഷ്ടം പോലെ സമയവും സന്ദർഭവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഭക്ഷണ വിഭവങ്ങളും അത് തയ്യാറാക്കി കിട്ടുവാൻ വേണ്ട സംവിധാനങ്ങളും ധാരാളക്കണക്കിന് ഇതൊന്നും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളുകളുടെ മനസ്സിൽ അതിന്റെയൊക്കെ ആശ എത്രയാണെന്ന് അറിയുമ്പോഴാണ് നാം എത്ര അനുഗ്രഹീതരാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. ശരി, അതിന്റെ വലിപ്പവും അതിന്റെ മഹാത്മ്യവും പറയാനല്ല ഞാനത് സൂചിപ്പിച്ചത്. അനുഗ്രഹങ്ങൾ നിരവധിയാണ് എന്നർത്ഥം. ഈ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹുവാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്ന പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. വഷ്കുറു നിഅമത്തല്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ വഷ്കുറു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണേ. നിങ്ങൾ കൂറുള്ളവരാകണം, നന്ദിയുള്ളവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ വന്നിട്ട് എത്ര കാലമായി? എന്താണ് നമ്മുടെ ഡ്യൂട്ടി? അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എന്താണ് അവളുടെ ഉത്തരവാദിത്തം? പ്രഭാതമാകുന്നു, ജോലി തിരക്കുകളും ഭാരങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നു, കുടുംബത്തെ നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു, വേണ്ട സംവിധാനങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, കഴിക്കുന്നു.
വീട് വൃത്തിയാക്കുന്നു, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നു, രാത്രിയാകുന്നു, വീണ്ടും ഉറങ്ങുന്നു, മറ്റൊരു പ്രഭാതത്തെ കാത്തു കിടക്കുന്നു. ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ ധാരാളക്കണക്കിന് സഹോദരിമാർ അവരുടെ സമയം പോയി കിട്ടാത്തതിന്റെ പേരിൽ ടൈം പാസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളം ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ യാതൊരു രൂപത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ ചാഞ്ഞും ചരിഞ്ഞും കിടന്നും ഇരുന്നുമൊക്കെ അത് കണ്ട് ആസ്വദിച്ച് സമയം കൊല്ലുന്നവർ. വേറൊരു വിഭാഗം ആളുകൾ അതും അടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തനിക്ക് ബന്ധപ്പെട്ടവരുമായും അല്ലാത്തവരുമായും ഒക്കെ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുവാനും വിശേഷങ്ങൾ അറിയാനും തമാശകൾ പറയാനും കളിക്കാനും ചിരിക്കാനും കുടുംബവിശേഷങ്ങൾ അറിയാനും കുഞ്ഞുമക്കളുമായി കൊഞ്ചിക്കളിക്കാനും ഒക്കെ അതിനൊക്കെ വേണ്ടി ധാരാളമായി സമയം കളയുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് തീരേണ്ടതാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം? അവിടേക്കാണ് നമ്മൾ ചിന്ത ഉണർന്നു വരേണ്ടത്. ഞങ്ങളുടെ മുൻഗാമികൾ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചു? നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുമ്പോ 100-100 കൊല്ലം മുമ്പത്തെ ആളുകളെ അല്ല ഞാൻ പറയുന്നത്. മഹാരഥന്മാരായ വലിയ വലിയ മഹതികൾ ഈ ലോകത്ത് അവരുടെ ദൗത്യം നിർവഹിച്ചു പോയില്ലേ? അവർക്കും ഉണ്ടായിരുന്നില്ലേ കുടുംബം? അവർക്കും വേണ്ടിയിരുന്നില്ലേ അവരെ പ്രതീക്ഷിച്ചു കഴിയുന്ന ഭർത്താവിനും മക്കൾക്കും വേണ്ട ഭക്ഷണം പാകം ചെയ്യൽ, വൃത്തിയാക്കൽ, കുടുംബത്തിന്റെ ഭാരം ചുമക്കൽ, അതേപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രവർത്തനങ്ങളും ജോലികളുമൊക്കെ ആ തലമുറയിലെ മഹതികൾക്കും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇന്നിന്റെ സൗകര്യങ്ങളെ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തൊരു തലമുറയാണെന്ന് കഴിഞ്ഞു കടന്നുപോയത്. ദീർഘമേറിയ ദൂരത്ത് നിന്ന് വെള്ളം പാത്രങ്ങളിലാക്കി ശേഖരിച്ചു കൊണ്ടുവരാൻ തന്നെ മണിക്കൂറുകൾ അവർക്ക് ആവശ്യമായിരുന്നു. ഇന്ന് സ്വിച്ചിട്ടാൽ നമ്മുടെ മുമ്പിൽ മോട്ടറിൽ നിന്ന് വെള്ളം സജീവമാണ്, പൈപ്പ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമേയുള്ളൂ. മഹദിയായ നമ്മുടെ ഉമ്മമാര് ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെയൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് കൈകളിലൊക്കെ തഴമ്പ് വന്നിരുന്നു. നമുക്കറിയാം, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തന്റെ ഉപ്പയുടെ സന്നിധിയിലേക്ക് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കയറി ചെന്നത്. ഉപ്പ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ചെന്ന ആവശ്യം എന്തായിരുന്നു? ജോലി ചെയ്ത് കൈകളിലൊക്കെ തഴമ്പ് വന്നുപോയി, ശരീരമാകെ ശോഷിച്ചുപോയി. എന്താണ്? വെള്ളം പുറമേ നിന്ന് കെട്ടിക്കൊണ്ടുവരണം, വീട്ടിൽ വെച്ച് ഗോതമ്പ് പഠിച്ച് മാവ് ഉണ്ടാക്കണം, ആ മാവ് ആസുകല്ലുകൊണ്ട് അത് തിരിച്ച് കുഴക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ക്ഷീണിച്ചു പോയി, കയ്യിലൊക്കെ തഴമ്പ് വന്നുപോയി. ഉപ്പ ഒരു വേലക്കാരനെ എനിക്ക് നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പുന്നാര മോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ചെന്നത്. ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ അറിയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ, ജോലിഭാരങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി കഴിഞ്ഞ മഹതികളായ ഉത്തമകളായ ഒരു തലമുറയുടെ കാലഘട്ടം. അവർക്കും മുമ്പ് ഒരുപാട് മുമ്പ് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹുവിനോട് പ്രത്യേകമായി ആ സമയത്ത് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ലോകത്തിന് മാതൃകയായി എടുത്തു പറയപ്പെട്ട ഒരു മഹിളാ രത്നം. പരിശുദ്ധ ഖുർആൻ സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗത്ത് 2 മഹദികളുടെ ചരിത്രമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ലോകത്ത് എത്ര മഹദികൾ കഴിഞ്ഞുപോയി? ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിമീങ്ങൾ പുരുഷനും സ്ത്രീയും ഒക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധ ഖുർആനിന്റെ ആ തഹരീമിന്റെ അവസാന ഭാഗത്ത് 2 സ്ത്രീകളെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അവർ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മുഴുവനും മാതൃകാ മഹദികളാണെന്നാണ് അല്ലാഹു പറയുന്നത്. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. അല്ലാഹു ഉദാഹരണമായി നമുക്ക് പറഞ്ഞു തരികയാണ്.
മസലൽ ലില്ലദീന ആമനൂ, ഈമാനുള്ള ആളുകളോട്, ഈമാനുള്ള മനുഷ്യന്മാരോട് അല്ലാഹു ഉദാഹരിച്ചു പറഞ്ഞു തരികയാണ്. ആ മുഅ്മിനീങ്ങൾക്ക് ആരാണ് മാതൃക? ഇംറഅത ഫിർഔന, ഫിറോവ എന്ന് പറയുന്ന ധിക്കാരിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ വളർന്നു വന്ന ഒരു മഹദി, ആസിയ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ബീവി. ആ ഇംറഅത ഫിർഔൻ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത്, ഇത് ഖാലത്ത്, അവരെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഇബ്നിലി ഇൻദക, നിന്റെ അടുക്കൽ നീ എനിക്ക് പണിതു തരണം. ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ, സ്വർഗത്തിൽ നിന്റെ ചാരത്ത്, നിന്റെ ചാരത്ത് എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിതു തരണം. വനജ്ജിനീ, നീ എന്നെ രക്ഷിക്കണേ അല്ലാഹ്, മിൻ ഫിർഔന വഅമലിഹി, എന്റെ ഭർത്താവായ ഫറോവയുടെയും അതുപോലെ തന്നെ അവന്റെ ദുശ്ചൈതികളുടെയും ശർറിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണം. വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഒരു മഹദിയുണ്ട്. ആ മഹദി ഇംറഅത്ത് ഫിർഔൻ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കെല്ലാം മാതൃകയാകാൻ മാത്രം യോഗ്യയായ മഹിളാരത്നമാണ്, നേതാവാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോ അവരങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു സന്ദർഭമുണ്ടായത് നമ്മൾ മറക്കരുത്. നമ്മളൊക്കെ ദുആ ചെയ്യും പോലെ കേവലം ഒരു ദുആ ചെയ്തതല്ല. ഫറോവയുടെ ഭാര്യ കൊട്ടാരത്തിൽ ജീവിച്ചിട്ടും മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്, ഈ ആദർശം കേട്ടപ്പോ ഏകനായ ആരാധ്യനാണ് ഈ ലോകത്തിന് വേണ്ടതെല്ലാം നൽകിയതെന്ന് അവര് മനസ്സിലാക്കുകയാണ്. ഇതുവരെ അവര് കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമൊക്കെ തന്റെ ഭർത്താവായ ഫറോവയാണ്. ആ ഭർത്താവായ ഫറോവയേക്കാൾ മറ്റൊരാൾ ലോകത്ത് പ്രത്യേകമായിട്ട് ആരാധ്യനെന്ന് പറയാനില്ല. കാരണം മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ എനിക്ക് പരിചയമില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് അത് വിളംബരം നടത്തിക്കൊണ്ട് നടന്ന ഭർത്താവിന്റെ ഭാര്യയാണ് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹാ. ആ ആസിയ റളിയല്ലാഹു തആല അൻഹാക്ക് ആ കൊട്ടാരത്തിൽ എന്തിന്റെ കുറവാവുള്ളത്? അവർക്കവിടെ സുഖമായി, അവർക്ക് രസിക്കാനും മതിച്ചു നടക്കാനും സൗകര്യങ്ങളുടെ എല്ലാ സംവിധാനങ്ങളുമുള്ള കൊട്ടാരത്തിലെ രാജ്ഞിയാണ്, ചോദ്യം ചെയ്യപ്പെടാത്ത റാണിയാണ്. കൊട്ടാരത്തിന്റെ സൗകര്യങ്ങൾക്ക് നടുവിൽ താമസിക്കുന്ന രാജ്ഞിയാണ്. ഇടവും വലവുമൊക്കെ തോഴിമാരും പരിചാരികമാരും നിറഞ്ഞു നിൽക്കുന്ന രാജ്ഞിയാണ്. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ കൊട്ടാരത്തിന്റെ എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും ഉള്ള പെണ്ണാണ്. പക്ഷേ സത്യമങ്ങ് മനസ്സിലായപ്പോ ദുന്യാവ് എനിക്ക് വേണ്ട എന്നും, ദുന്യാവിലെ സുഖങ്ങളെക്കാൾ എനിക്ക് വേണ്ടത്, എനിക്ക് പരലോകമാണ് വേണ്ടത്. ഈ ദുന്യാവിൽ എനിക്ക് എത്ര തന്നെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവുണ്ടെങ്കിലും, എനിക്കെന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരുന്ന എന്റെ ഭർത്താവുണ്ടെങ്കിലും, ഞാൻ ആശിക്കുന്നതൊക്കെ കിട്ടുന്ന ഈ കൊട്ടാരമാണ് എനിക്കുള്ളതെങ്കിലും, റബ്ബേ, നിന്റെ കൽപ്പനക്ക് എതിര് പറയുന്ന ഒരു വീടാണിത്. നിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യുന്ന ഒരു ഭർത്താവാണ് എന്റെ ഭർത്താവ്. നിന്റെ കൽപ്പനകളെ പരിഹസിക്കുന്ന ഒരു കൊട്ടാരത്തിലെ സുഖങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് വേണ്ട. കാരണം ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബേ, ഞാൻ എങ്ങോട്ടാണ് പോവുക? എനിക്ക് നരകമല്ലേ കിട്ടാനുള്ളത്? അത് കൃത്യമായി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ആദർശം കേട്ട് പഠിച്ചത് മുതൽ അവരുടെ മനസ്സിൽ അത് നാൾക്ക് നാൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അവരത് കൂടുതൽ കൂടുതൽ ഹൃദിസ്ഥമാക്കുകയാണ്. അത് നന്നായി അവര് പഠിക്കുകയാണ്. അവരുടെ ഹൃദയത്തിലേക്ക് ആ ഹലാവത്ത് മധുരം പ്രവേശിക്കുകയാണ്. നമുക്കെന്താണ് തകരാറെന്ന് നമ്മൾ ചിന്തിക്കണം. ദുന്യാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒരു ഭാഗത്ത് നമ്മെ മാടി വിളിക്കുമ്പോ, അല്ലാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച ദുന്യാവിന്റെ
ഇസ്ലാമികമായ ദീനിന്റെ നിയമങ്ങളെയും കൽപ്പനകളെയും അത് മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും അതെന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നാൽ എനിക്ക് മുമ്പിൽ നിവർത്തി നിർത്തപ്പെട്ട ഈ സുഖങ്ങളും സൗകര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടേക്കും. അത് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റിവെക്കുകയാണല്ലോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പലർക്കും വേണ്ടി നമ്മൾ നിയമങ്ങൾ മാറ്റിമറിക്കുകയാണ്. ബാപ്പക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ മിണ്ടൂല, ഉമ്മാക്കിഷ്ടമില്ലെങ്കിൽ ഉമ്മയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കൂല, ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് പറയൂല, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിലും പറയൂല. അങ്ങനെ മക്കളുടെയും അതുപോലെ തന്നെ ഭർത്താവിന്റെയും അതുപോലെ തന്നെ നയിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഇഷ്ടപ്പെടുത്തുന്ന പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളുമായി ജീവിതമങ്ങ് രാപ്പകലുകളങ്ങ് കഴിഞ്ഞുപോയി. നിയമങ്ങൾ പഠിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് താല്പര്യമില്ല, നമുക്കുള്ള സമയങ്ങളൊന്നും നമ്മൾ നന്മയിലേക്ക് ചെലവഴിച്ചിട്ടില്ല. ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ജീവിതത്തിൽ മുഴുവനും എനിക്ക് എന്റെ റബ്ബ് ചെയ്തു തരുന്ന നിഅമത്തുകളെ കുറിച്ച് സദാ ഓർക്കുവാൻ ആവശ്യമായ നിലക്ക് അള്ളാഹു സംവിധാനിച്ച ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഭാഗത്തേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോയിട്ട് അള്ളാനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, റബ്ബേ എനിക്ക് കൊട്ടാരത്തിലെ സുഖങ്ങൾ വേണ്ട, ഈ സുഖങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് നിന്റെ അടുക്കൽ ഒരു വീടാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ അടുക്കൽ നീ എനിക്കൊരു വീട് തരണം. എന്നെ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. ഇത് വെച്ച് നീട്ടിയിട്ടാണ് എന്റെ ഭർത്താവ് എന്നെ പ്രലോഭിപ്പിക്കുന്നത്. നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിനക്ക് നഷ്ടപ്പെടും എന്നാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. എനിക്ക് വേണ്ട റബ്ബേ, ഇവിടെയുള്ള ഒരു സുഖങ്ങളും എനിക്ക് വേണ്ട. നീ എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി. വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചോളണം, രക്ഷിക്കണേ നാഥാ. ആ പ്രാർത്ഥനയോടെ ആ മഹദി ലോകത്ത് നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി പരലോകത്തേക്ക് യാത്രയായി. നമ്മൾ മനസ്സിലാക്കണം, എത്രയാണ് ഫറോവ അവരെ പീഡിപ്പിച്ചത്, എത്രയാണ് അവരെ ഫറോവയുടെ കിങ്കരന്മാരെ കൊണ്ട് ദ്രോഹിച്ചത്. അവരുടെ മനസ്സിലേക്ക് ഈമാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് പീഡനങ്ങളെ ഭയപ്പെട്ടില്ല, അതുപോലെയുള്ള പ്രതിസന്ധികളെ ഭയപ്പെട്ടില്ല. കൊട്ടാരത്തിലെ സുഖങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല. എനിക്ക് വേണ്ടത് സ്വർഗമാണെന്നവരുടെ മനസ്സിന് ചിന്ത വന്നു. അതെന്തുകൊണ്ടാണ് സഹോദരിമാരെ? നമ്മുടെയും മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വരാൻ ആവശ്യമായതെന്ത്? അള്ളാഹുവിനെ ശരിക്കും അറിയലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയുണ്ടാകലാണ്, റഹ്മാനായ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കലാണ്. എനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നത് എന്റെ റബ്ബാണെന്ന് ഞാൻ അറിയലാണ്. നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ ഒരുങ്ങുമ്പോ ആദ്യമായി പണ്ഡിതന്മാര് നമ്മോട് പറയുന്നത്, നിനക്കൊരുപാട് നിഅമത്ത് കിട്ടി എന്ന് നിന്റെ മനസ്സിനെ പഠിപ്പിക്കലാണ് ആദ്യം വേണ്ടത്. ഞാൻ അനുഗ്രഹീതനാണെന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ ഞാൻ ആരോട് നന്ദി പറയാനാ? എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത്. അതിന് എന്താണ് മാർഗം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളെക്കാൾ സൗകര്യമുള്ളവരിലേക്ക് നിങ്ങൾ നോക്കല്ല, നിങ്ങളുടെ അത്രയും സൗകര്യങ്ങൾ ഇല്ലാത്തവരിലേക്ക് നോക്കൂ. ഫഹുവ അജ്ദറു വല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതിന് പകരം നമുക്ക് കിട്ടിയത് കിട്ടാത്ത എത്രയോ ആയിരങ്ങളില്ലേ എന്നോർത്ത് അല്ലാഹുവാണ് തനിക്കിത് ചെയ്തു തന്നതെന്ന് ചിന്തിച്ച് ആ നാഥന് നന്ദിയും ശുക്റും ചെയ്യുന്നവരായി തീരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്. അത് നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള മാതൃക നമ്മുടെ ഭാഗത്ത് നിന്നാണല്ലോ നമ്മൾ തുടങ്ങേണ്ടത്. അതറിയാത്ത ആരായി ഇവിടെ ഉള്ളത്? അല്ലുമ്മു മദ്റസതുൻ ഇദാ അഅദത്തഹാ
അദത്ത ശിഅബൻ തയ്യിബൽ ഇറാഖി. ഒരു ഉമ്മ എന്ന് പറയുന്നതാണ് ആദ്യത്തെ മദ്രസ. ഒരു ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ പാഠശാല. അത് ഏറ്റവും നല്ല വൃത്തിയായ മനോഹരമായ മദ്രസയാണെങ്കിൽ അതിൽ നിന്ന് വിരിഞ്ഞുണ്ടാകുന്ന ആ തോപ്പിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് വിരിഞ്ഞുണ്ടാകുന്ന കായ്കളും പൂക്കളുമൊക്കെ നറുമണം പരത്തുന്നവയായിരിക്കുമെന്ന് മനോഹരമായി ഒരു കവി വർണ്ണിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. അൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. തന്റെ ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ് ഒരു പെണ്ണ്. ആ പെണ്ണിനാണ് തന്റെ ഭർത്താവിനേക്കാൾ ഒരുപാട് തന്റെ മക്കളിലും തന്റെ വീട്ടിന്റേതായ അടുക്കും ചിട്ടയിലും അവിടെ എന്തുണ്ടാവണം എന്തുണ്ടാകരുത് എന്ന് തീരുമാനിക്കുന്നതിലും കാര്യമായ ശക്തമായ തീരുമാനമെടുക്കുവാൻ അവർക്ക് തന്നെയാണ് കഴിയുക. അത് ഇസ്ലാം അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നു. ഒരു കാര്യം നമ്മൾ ഇസ്ലാമികമായി പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ കൃത്യമായി നിലനിർത്തലായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹദികളുടെയൊക്കെ സമ്പ്രദായം. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരൊറ്റ സംഭവം മാത്രം ഞാൻ കേൾപ്പിക്കട്ടെ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയാണല്ലോ, നമ്മുടെ ഉമ്മയാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് അവരൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരു തവണയാണ് അവർ കേൾക്കുന്നത്. എന്താ? ഒരു ഹദീസ് കേൾക്കുകയാണ്. ആരെങ്കിലും എല്ലാ ദിവസവും ആരെങ്കിലും 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിലനിർത്തിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കും. ഇത് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു തവണ കേട്ടതാണ്. 12 റക്അത്ത് ആരെങ്കിലും നിലനിർത്തിയാൽ, 12 റക്അത്ത് ആരെങ്കിലും നിലനിർത്തിയാൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ 5 നേരത്തെ നിസ്കാരത്തിന്റെ മുൻപും അതുപോലെ തന്നെ ശേഷവുമൊക്കെയായി പ്രത്യേകം പുണ്യത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂലിനാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അത് സുബഹിയുടെ മുമ്പ് അഥവാ ഫജ്റിന് ബാങ്ക് വിളിച്ച് സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത്, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത്, ഇങ്ങനെ 12 റക്അത്ത്. ഇവയാണ് റവാത്തിബുകൾ എന്നറിയപ്പെടുന്ന സുന്നത്തുകൾ. ഇതൊരാൾ ദിനേന പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ ഒരു ഭവനം ഉറപ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരു തവണ നമ്മുടെ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ കേട്ടു. എന്നിട്ട് അവര് പറയുകയാണ്, അത് കേട്ടത് മുതൽ ഇന്നേ വരെ ആ 12 റക്അത്ത് ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല. ഉമ്മ ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആ 12 റക്അത്തിന്റെ മഹത്വം ഞാൻ അറിഞ്ഞത് മുതൽ ഇന്ന് വരെ മുൻദു സമഅതുഹുന്ന എന്നാണ് ആ മഹദി പറയുന്നത്. ഞാനത് കേട്ട നിമിഷം മുതൽ ഇന്ന് വരെ ഞാനതിന് ഉപേക്ഷ വരുത്തിയിട്ടില്ല. എന്റെ സഹോദരിമാര് ചിന്തിക്കണം, ഇവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് പോകാൻ നമ്മൾ മോഹിച്ച് നടക്കുന്നത്. ഒരു തവണ കേട്ടിട്ടേയുള്ളൂ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം, പിന്നെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ ആലോചിച്ചു നോക്ക്, എത്രയായി നമ്മുടെ പ്രായം, എത്ര വയസ്സായി എനിക്ക് എന്ന് ചിന്തിക്കൂ ഉമ്മമാരെ. നമ്മൾ ആലോചിക്ക്, എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ 12 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചോ? 12 റക്അത്ത് റവാത്തിബ് പോകട്ടെ, എനിക്ക് 5 നേരത്തെ നിസ്കാരം അതൊരു കൃത്യമായ നേരത്തെ നിർവഹിക്കാൻ എനിക്ക് സാധിച്ചുവോ? ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ ഔഖാഫിന്റെ നിയമപ്രകാരം 20 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. പള്ളിയിൽ പോകൽ നിർബന്ധമില്ലാത്ത, പള്ളിയിൽ പോകാൻ സൗകര്യമില്ലാത്ത, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടില്ലാത്ത സഹോദരിമാരായ ആളുകൾക്ക് അവരെന്തിന് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം? അവർക്ക് ആ ബാങ്ക് കേൾക്കുന്ന ഉടനെ തന്നെ നിസ്കരിക്കലല്ലേ ഏറ്റവും പുണ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടില്ലേ, ഏത് പ്രവൃത്തിയാണ് പ്രവാചകരെ ഏറ്റവും ഉത്തമം? അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യത്തെ ടൈമിൽ തന്നെ നിർവഹിക്കലാണ്.
ആദ്യ സമയത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടുന്നവരല്ലേ സഹോദരിമാരെ നിങ്ങൾ? നമ്മുടെ ഫ്ളാറ്റിൽ, നമ്മുടെ സൗകര്യമുള്ള നമ്മുടേതായ സംവിധാനങ്ങളിൽ നമുക്ക് എന്തിന്റെ കുറവാ ഉള്ളത്? ബാങ്ക് കേട്ട് പിന്നെയും ഒരുപാട് സമയം നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ സംവിധാനങ്ങൾക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് ഒരുപാട് സമയങ്ങൾ നീട്ടിവെക്കുന്നതിനേക്കാൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് കൃത്യമായി അത് ഫർള് നമസ്കാരം നിർവഹിക്കാമല്ലോ. മാത്രമല്ല അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ നിർവഹിക്കാമല്ലോ, ശേഷമുള്ള ദിക്റ് ദുആകൾ നിർവഹിക്കാമല്ലോ. എത്ര പേരുണ്ട് ഈ സുന്നത്തുകളുടെ കാര്യത്തിൽ കണിശതയുള്ളവർ? എത്ര പേരുണ്ട് അവരുടെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ദിക്റുകൾക്ക് വേണ്ടി അവനവൻ നിസ്കരിച്ച മുസല്ലയിൽ കാത്തിരിക്കുന്നവർ? എത്ര പേരുണ്ട് ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യോദയം വരെ ഉറങ്ങാൻ പാടില്ലെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഹറാമാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സമയത്തുള്ള ഉറക്ക് നമുക്കൊരുപാട് നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഏറെ ബർക്കത്ത് ചൊരിയുന്ന നേരമാണത്. ബൂരികലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, എന്റെ ഉമ്മത്തിന്റെ ഏറെ ബർക്കത്തുകൾ വഴിഞ്ഞൊഴുകുന്ന നേരമാണ് അവരുടെ പ്രഭാതമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക, അവിടെ തന്നെ ഇരിക്കുക. മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹാ, ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് കുറെ ദുആ ദിക്റുകളൊക്കെ നിർവഹിച്ചിട്ട് കുറെ കഴിഞ്ഞിട്ടും എത്തി നോക്കുമ്പോ ജുവൈരിയ റളിയല്ലാഹു അൻഹാ എന്ന ഉമ്മ അവരവരുടെ നിസ്കാരത്തിന്റെ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, എന്തായിരുന്നു? ദുആകളിലും ദിക്റുകളിലും തന്നെയാണല്ലേ? എന്നിട്ട് ആ മഹദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്, ഞാനൊരു പ്രത്യേക പ്രാർത്ഥന നിനക്ക് പറഞ്ഞു തരട്ടെയോ? ആ പ്രാർത്ഥന നീ ചൊല്ലുകയാണെങ്കിൽ ആ പ്രാർത്ഥനയല്ലാത്ത നീ ഇതുവരെ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥനകളെക്കാളെല്ലാം എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന പ്രാർത്ഥനയാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഞാനതിപ്പോ വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. 4 കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ വാഴ്ത്താനാണ് ആ ദിക്റിലൂടെ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികൾ, എത്ര സൃഷ്ടികളുണ്ടോ റബ്ബിന്, ആ സൃഷ്ടികളുടെ എണ്ണം അത്രയും അല്ലാഹുവേ നിന്നെ ഞാൻ വാഴ്ത്തുകയാണ്. ലോകത്ത് എത്ര സൃഷ്ടികളാണുള്ളത്? ആർക്കാ കണക്കെടുക്കാൻ കഴിയുക? അദദ ഖൽഖിഹി, അള്ളാന്റെ പടപ്പുകളുടെ എണ്ണത്തിന്റെ അത്ര അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു, അവനെ ഞാൻ പ്രകീർത്തിക്കുന്നു. അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി, ആ റബ്ബിന്റെ തൃപ്തിയോളം. അള്ളാന്റെ തൃപ്തി ആർക്കാ കണക്കാക്കാൻ കഴിയാം? റബ്ബിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ സ്നേഹം, അതിന് അളവില്ല. അളവില്ലാത്ത റബ്ബിന്റെ തൃപ്തി, ആ തൃപ്തിയുടെ എണ്ണമനുസരിച്ച്, ആ തൃപ്തിയുടെ തോതോളം ഞാൻ ഇതാ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്. വരിദാ നഫ്സിഹി വസിനത അർശിഹി, റബ്ബിന്റെ അർശിന്റെ ഭാരത്തോളം. അള്ളാന്റെ അർശിന്റെ ഭാരമാർക്കാണ് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ അർശിന്റെ മഹത്വമാർക്കാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്? അതിന്റെ ഭാരത്തോളം ഞാൻ നിന്നെ പ്രത്യേകമായി പ്രകീർത്തിക്കുകയാണ്. വമിദാദ കലിമാതിഹി, ആ റബ്ബിന്റെ കലിമാത്തുകൾ അതിവിടെ എഴുതാൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ മഷി എത്രയാണ്, അതിന്റെ അളവെത്രയാണ്? അളവറ്റ നിലക്കുള്ള ഏറ്റവും വലിയ രൂപത്തിൽ ഞാനിതാ എന്റെ റബ്ബിനെ സ്തുതിക്കുന്നു, ഞാൻ അവനെ വാഴ്ത്തുന്നു, ഞാൻ അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. ഇത് ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 3 തവണ നീ പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ എന്ന ഏറ്റവും വലിയ മാതൃകാ മഹദി, അവര് ദിക്റിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളവരായിരുന്നു. ലോകത്ത് നമ്മുടെ കഴിഞ്ഞുപോയ മാതൃകാ മഹദികളായ മഹിളാ രത്നങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അവരുടെ പ്രത്യേകമായ അവരുടെ താല്പര്യത്തെ ചരിത്രം എടുത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ദിക്റുകളുടെ കാര്യത്തിൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാം, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ കുടുംബം,
നമുക്കറിയില്ലേ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഇവരൊക്കെ നമ്മുടെ മാതൃകകളാണ്. നമ്മൾ അവരിൽ നിന്നൊക്കെ പഠിച്ചോ? നമുക്കൊക്കെ അത് ജീവിതത്തിലുണ്ടോ? ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് ഈ ഒരു സമ്മേളനത്തിന്റെ ഒരു സ്പിരിറ്റ് എന്ന നിലക്ക് നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്ത്? ഈ പറഞ്ഞ 12 റക്അത്ത് ഞാൻ ഒഴിവാക്കൂല എന്നൊരു പ്രതിജ്ഞ, അത് നിങ്ങളുടെ മനസ്സിൽ വേണം. നിസ്കാരം ഞാൻ ആദ്യ വഖത്തിൽ ഇനി മുതൽ നിർവഹിക്കും. ഇതുവരെ ഞാൻ എന്റെ എല്ലാ കഴിയട്ടെ പിന്നേന്ന് ഓർത്ത ഇത്ര വലിയ പുണ്യം ഞാൻ ഓർത്തില്ല. അസ്സലാത്തുൽ അവ്വലി വഖത്തിൽ നിർവഹിക്കാൻ കഴിയുക എന്നുള്ള മഹത്വത്തെ അറിഞ്ഞില്ല. 12 റക്അത്തിന്റെ ഈ മഹത്വത്തെ ഞാൻ അറിഞ്ഞില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഉറങ്ങലാണ്. മക്കളെയൊക്കെ പറഞ്ഞയച്ച് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കിടക്കലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരുടെ ഒക്കെ വീടുകളിൽ ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ ഫജ്ർ നിസ്കാരം സൂര്യോദയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടല്ലാതെ അവർ വിശ്രമിക്കാറില്ല, ഉറങ്ങാറില്ല. ആ സമയത്തൊക്കെ നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളും ചിന്തകളുമൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന്റെ മുമ്പ് ലളിതമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. അതിലൂടെ നമ്മുടെ ഭവനം ബറക്കത്ത് കൊണ്ട് നിറയും. ആ ഭവനത്തിൽ താമസിക്കുന്ന മെമ്പർമാരുടെ മനസ്സിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും. അവിടെ സ്വൈരവും സന്തോഷവും കളിയാടും. അതിനാവശ്യമായ ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ മനസ്സോടെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നിമിത്തമാകുന്ന ഈ കാര്യങ്ങൾ ദിനേന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകരോട് തന്റെ വിഷമം പറയാനാ വീട്ടിലേക്ക് ചെന്നത്. കൈകളിൽ തഴമ്പുണ്ടെന്ന് കാണിച്ചു കൊടുത്തു ഉമ്മയോട് പോയിട്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് വീട്ടിലില്ല. വീടിന്റെ ഭാരവും പ്രയാസവും ടെൻഷനും കൊണ്ടാ അവിടെ കയറി ചെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വന്നപ്പോ അള്ളാന്റെ റസൂലിനോട് അവിടെ ഇന്നുണ്ടായിരുന്ന നമ്മുടെ ഉമ്മ ഭാര്യ വിവരം പറഞ്ഞു. മോള് വന്നിരുന്നു, ഫാത്തിമ വന്നിരുന്നു, ഇന്നതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെയും അന്വേഷിച്ച് പുറപ്പെടുകയാണ്. പോയി നോക്കുമ്പോ മകളും ഭർത്താവും ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുമകന്റെയും മകളുടെയും കിടക്കുന്നിടത്ത് പോയിട്ട് രണ്ടാളുടെയും നടുക്ക് പോയിട്ടങ്ങിരുന്നു. അമ്മോശൻ വന്നിരിക്കുകയാണ് മരുമകന്റെ അടുത്ത്, മകളുടെ അടുത്ത് ഉപ്പയും വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ വീട്ടിൽ വന്നിരുന്നുവല്ലേ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വളരെ സന്തോഷത്തോട് പറഞ്ഞു, അതെ ഉപ്പ, ഇതാ ഉപ്പ ഒരു വേറെക്കാരനെയും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന നിലക്കാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സന്തോഷത്തോട് പറഞ്ഞു, അതേ ഉപ്പ, ഞാൻ വന്നിരുന്നു, വിവരങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? അതേ മോളെ, അറിഞ്ഞു. നിനക്ക് നല്ല വിഷമുണ്ടല്ലേ? കയ്യിലൊക്കെ തഴമ്പുണ്ടല്ലേ? ഒരുപാട് പണിയുണ്ട് വീട്ടിലല്ലേ? നല്ല ടെൻഷൻ ഉണ്ടല്ലേ മോളെ? ശരി, ഉപ്പ പരിഹാരം കണ്ടിട്ടുണ്ട്. രണ്ടുപേരും കാതുകൂർപ്പിച്ചു എന്താ ഉപ്പ പറയുന്നതെന്ന്. പറഞ്ഞുകൊടുത്തു സ്നേഹത്തോടെ, മക്കളെ, എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ ടെൻഷൻ അകലും. മോൾക്ക് വീട്ടുവേല ചെയ്തിട്ടുള്ള ശാരീരികമായ ക്ഷീണം മാറും. വീട്ടിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ടെൻഷൻ ഉണ്ടാവില്ല. എന്ത് ജോലി ചെയ്യുമ്പോഴും അതൊരു ഭാരമായി തോന്നില്ല. എന്ത് ചെയ്യണം? നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് 33 തവണ നീ ചൊല്ലണം. അൽഹംദുലില്ലാഹ് 33 തവണ ചൊല്ലണം. അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലണം. ഇതെന്റെ മോള് പതിവാക്കിയാൽ ഒരു വേലക്കാരനെ നിശ്ചയിക്കപ്പെട്ടു തരുന്നതിനേക്കാളും മോളെ നിന്റെ കുടുംബത്തിനും നിനക്കും അതാണ് നല്ലതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഉപ്പയോട് മകള് ദേഷ്യപ്പെട്ടില്ല, പുതിയാപ്പള അമ്മോശനോട് ദേഷ്യപ്പെട്ടില്ല. എന്തേ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് തോന്നിയില്ല. കാരണം സമാധാനം പഠിപ്പിക്കാൻ വന്ന നേതാവ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ടാണ്, അല്ലാഹുവിനെ കുറിച്ച് ശരിക്ക് ഓർക്കുന്നത് കൊണ്ടാണ് ഖൽബിന് സമാധാനം ഉണ്ടാകുന്നതെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അയക്കപ്പെട്ട പുന്നാര പിതാവ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോ അവർക്ക് അതിൽ ഒരു വിഷമവും തോന്നിയില്ലെന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ആ സംഭവം ഞാൻ കേട്ടത് മുതൽ ഒരൊറ്റ രാത്രിയും പിന്നെ ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല. അത് കേട്ട നാൾ മുതൽ പിന്നെ ഒരിക്കലും ആ കുടുംബത്തിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ പറയാതെ ആ കുടുംബം ഉറങ്ങിയിട്ടേ ഇല്ല. മരണം വരെ അവരുടെ സ്വഭാവം അതായിരുന്നു. ഉമ്മു ഹബീബ 12 റക്അത്ത് കേട്ടത് മുതൽക്ക് അത് ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല മരണം വരെ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും കുടുംബവും ഉറങ്ങാൻ കിടക്കുന്ന നേരത്തുള്ള ദിക്ർ കേട്ടത് മുതൽ ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഒരിക്കലും തന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും അതോതാൻ വിധിക്കപ്പെട്ടവരും കൽപ്പിക്കപ്പെട്ടവരുമല്ലേ ഉമ്മമാരെ നമ്മള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥിരം ചെയ്യുന്നത് ഉമ്മമാര് കാണുകയാണ്. അതെ, എങ്ങനെയാണിത് ചൊല്ലേണ്ടത്? നമ്മൾ ഉദു എടുത്ത് നമ്മുടെ ബെഡിൽ ചെന്നിരുന്ന് ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് നമ്മൾ ആദ്യമായി ആ കൈകളിലേക്ക് ഊതുകയാണ്. ആ കൈകളിലേക്ക് ഊതിയിട്ട് പിന്നെ ആ കൈകളിലേക്ക് ഇങ്ങനെ നമ്മൾ ഓതുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ തന്നെ ഫലഖ്, അതുപോലെ തന്നെ നാസ്. ഈ ഓത്തങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ ആ 2 കൈകൾ കൊണ്ടും നമ്മുടെ തല മുതൽക്ക് മുഖത്തും ശരീരത്തിലും നമ്മുടെ കൈ എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം ആ കൈകൾ കൊണ്ട് തടവുന്നു. ഒരു തവണ അങ്ങനെ ചെയ്തു, രണ്ടാമതും ഇതേ രീതിയിൽ തന്നെ ചെയ്യണം, മൂന്നാമതും ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ഒരിക്കലും ഉപേക്ഷ വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥിരമായി ചെയ്യുന്നത് മഹതിമാരായ ഭാര്യമാര് കാണുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്യാൻ കഴിയാത്തത്ര ആരോഗ്യം നശിച്ചു പോയപ്പോ രോഗിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിൽ കിടക്കുകയാണ്, പായയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഈ 3 സൂറത്തുകളും പാരായണം ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലേക്ക് ഊതിയിട്ട് ആ കൈ കൊണ്ട് നബി തങ്ങളെ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് തന്നെ തടവി കൊടുക്കുന്നു. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഒരു പുതിയ കാര്യം നിങ്ങളോട് പറയാനല്ല, അറിയുന്നവർക്കൊന്ന് ഓർമ്മ പുതുക്കാനും കേട്ടിട്ടില്ലാത്തവരൊന്ന് കേൾക്കാനും തന്നെയാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടാനുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും സുരക്ഷിതത്വത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോഴും പറയാണ് എന്തോ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല, എന്തിന്റെ കുറവാണ് എനിക്കെന്ന് അറിഞ്ഞുകൂടാ, ഒന്നിന്റെയും കുറവ് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ സമാധാനം കിട്ടുന്നില്ലല്ലോ എന്ന് പരിഭവപ്പെടുന്ന ഉമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ? ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ദിക്റുകളിൽ ഒന്ന് ജീവിതത്തെ കൃത്യമായിട്ടൊന്ന് കൊണ്ടുപോയി നോക്ക്. നമ്മുടെ മഹതിമാരായ നേതാക്കളായ ആ മാതൃകാ മഹിളകളായ മഹിളാരത്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും ഈ 3 സൂറത്ത് പാരായണം ചെയ്യാതെ കിടന്നിട്ടില്ല. ദിക്ർ ചൊല്ലാതെ അവർ ഉറങ്ങിയിട്ടില്ല, ഉളു എടുക്കാതെ അവർ ഉറങ്ങിയിട്ടില്ല, 12 റക്അത്ത് അവർ ഒഴിവാക്കിയിട്ടില്ല, സുന്നത്തുകൾ പോലും. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ജീവിതത്തിൽ അവർ വളരെ ശ്രദ്ധയോടെ ഇത്തരത്തിലുള്ള സുന്നത്തുകളുടെ കാര്യത്തിൽ വരെ ശ്രദ്ധിച്ചുവെങ്കിൽ ഓ ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യാത്തവരും ഈ കൂട്ടത്തിൽ കാണില്ലേ? ജീവിതത്തിൽ കേട്ടത് മുതൽ ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ലെന്ന് 2-3 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ജീവിതത്തിൽ അതറിഞ്ഞിട്ടും ഇന്ന് വരെ ചെയ്യാത്തവരും കൂട്ടത്തിൽ കാണില്ലേ? അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് മാതൃകയാക്കണം, നമ്മുടെ മക്കൾക്ക് അത് ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരമക്കളായ ഹസൻ ഹുസൈനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ദുആ ഇരുന്നിട്ടില്ലേ റബ്ബിനോട്? ഉഈദുകുമാ ബികലിമാതില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എല്ലാ വിധത്തിലുള്ള പൈശാചികമായ ശർറിൽ നിന്നും, ആക്ഷേപകാരിയായ കണ്ണിന്റെ ആ ശർറിൽ നിന്നും, കണ്ണേറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന്,
ഇഴജന്തുക്കളുടെ വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്ന് അത് പ്രാർത്ഥിച്ചില്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അവരുടെ ജീവിതത്തിൽ അവർ എല്ലാ രംഗത്തും അവരിത് പ്രാവർത്തികമാക്കി. എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെയും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഇന്നിന്റെ ലോകത്തെ സംവിധാനങ്ങൾ എത്രയാണ്. പക്ഷേ നമ്മുടെ ഫ്ലാറ്റുകളിലും നമ്മുടെ ഭവനങ്ങളിലുമൊക്കെ ഇരുന്ന് അനാവശ്യമായി നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ പോകുമ്പോ 24 മണിക്കൂറും നമുക്ക് പഠിക്കാവുന്ന സംവിധാനങ്ങൾ എത്രയാണ്. ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 24 മണിക്കൂറും നിങ്ങൾക്ക് കേൾക്കാവുന്ന റേഡിയോ സംവിധാനം ഇന്ന് നമുക്കുണ്ടല്ലോ. റബ്ബിന്റെ തൗഫീഖ് മുഖേന പീസ് റേഡിയോ എന്ന പേരിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വന്തം സ്മാർട്ട് ഫോണുകളിൽ ഇഷ്ടം പോലെ അത് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അത് വസ്ത്രം അലക്കുന്ന നേരത്താണെങ്കിലും വീട് തെളിച്ച് വൃത്തിയാക്കുന്ന നേരത്താണെങ്കിലും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണെങ്കിലും വിശ്രമിക്കാൻ കിടക്കുന്ന നേരത്താണെങ്കിലും ഏത് സന്ദർഭങ്ങളിലും നമുക്ക് മുടങ്ങാതെ 3 ടേമുകളിലായി 8 വീതം മണിക്കൂറുകളിലായി വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ഒരു 8 മണിക്കൂർ തുടർച്ചയായി കേൾക്കാനാവാത്തവർക്ക് അടുത്ത 8 മണിക്കൂറിൽ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പോഴും കേൾക്കാൻ കഴിയാത്തവർക്ക് നേരം പിന്നെയും വൈകിയാൽ എപ്പോഴാണോ സമയമുണ്ടെങ്കിൽ വീണ്ടും അതേ പ്രോഗ്രാം തന്നെ ആവർത്തിച്ച് പിന്നെയും കേൾക്കാം. അങ്ങനെ 24 മണിക്കൂറും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന, അഖീദ പഠിപ്പിക്കുന്ന, ദുആ ദിക്റുകൾ പഠിപ്പിക്കുന്ന, ചോദ്യോത്തരങ്ങൾ നടത്തപ്പെടുന്ന, വിശുദ്ധ ഖുർആനിന്റെ പാരായണ മഹത്വങ്ങൾ പറയുന്ന, അതിന്റെ നിയമങ്ങൾ പറയുന്ന, ഹദീസിന്റേതായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന, ലോകത്തുള്ള മഹാന്മാരുടെയും മഹതികളുടെയും ചരിത്രങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്ന, ഇങ്ങനെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഒരു കുടുംബത്തിന് അറിയാൻ ആവശ്യമായ കുടുംബ ജീവിതത്തിലെ നിയമങ്ങൾ മാത്രം പ്രതിപാദിക്കുന്ന പ്രത്യേക പരിപാടികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ, ഏത് പരിപാടികളാണ് ഇന്ന് റേഡിയോയിൽ ഇല്ലാത്തത്? ആ പരിപാടികളെല്ലാം നമുക്ക് സമയാസമയങ്ങളിൽ കേൾക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്, കയ്യെത്തുന്ന ദൂരത്തുണ്ട്. എത്ര സഹോദരിമാർ ഉപയോഗപ്പെടുത്തുന്നു. പീസ് റേഡിയോ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമ്മേളനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവായിട്ട് നിങ്ങളത് കാണണം. ആ റേഡിയോ നിങ്ങളതൊന്ന്, നിങ്ങളുടെ ഒക്കെ കൈകളിൽ ആരുടെ കയ്യിലായിരുന്നു സ്മാർട്ട് ഫോൺ ഇല്ലാത്തത്? അത് ഉപയോഗപ്പെടുത്തി നോക്കൂ. നിങ്ങൾക്കത് കേൾക്കാം, എപ്പോഴും കേൾക്കാം. അതൊരു ഭാഗത്തവിടെ ഓൺ ചെയ്ത് വേണമെങ്കിൽ ചെറിയൊരു സൗണ്ട് ബോക്സ് നിങ്ങളുടെ അടുക്കളയിലേക്ക്, ബെഡ്റൂമിലേക്ക്, നിങ്ങൾ കേൾക്കാവുന്ന, വീട് മൊത്തം കേൾക്കാവുന്ന നിലയ്ക്ക് ഒരു ചെറിയ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും ആ വോയിസ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാം. എത്രയാ പഠിക്കാൻ സംവിധാനം. അങ്ങനെ 24 മണിക്കൂറിലെ പീസ് റേഡിയോ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മിനിറ്റ് മാത്രമുള്ള നേർവഴി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അതിന്റെയൊക്കെ പുറമെ എത്രയോ ക്ലാസുകൾ, സംവിധാനങ്ങൾ. കുവൈത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ധാരാളക്കണക്കിന് QHLSന്റെ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, തജ്വീദ് ക്ലാസുകൾ, ഒരുപാട് പരിപാടികളും സംവിധാനങ്ങളും. ഇതൊക്കെ സഹോദരിമാരെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാ. ഇതൊക്കെ കിട്ടാത്ത ആയിരങ്ങളുണ്ട്. നാട്ടിലേക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ അടിച്ചു പോയ ആളുകള്, അവരോട് ചോദിച്ചു നോക്കൂ. കുറച്ച് താല്പര്യമുള്ള സ്ത്രീകളാണെങ്കിൽ അവര് പറയും, കുവൈത്തിൽ നിന്ന് പോയതിന്റെ നഷ്ടക്കണക്കുകൾ എഴുതി ചേർക്കുമ്പോ ആദ്യം അവര് പറയും, ഇസ്ലാമിനെ കുറിച്ചിപ്പോ ഒന്നും കിട്ടാനില്ല. നാട്ടിൽ പലപ്പോഴും അതിന്റെ സംവിധാനങ്ങൾ ഇല്ല. എന്നാൽ നമുക്കിന്ന് എത്രയാണ് ഇവിടെ സംവിധാനങ്ങൾ? അത് സഹോദരിമാരെ ഉപയോഗപ്പെടുത്തണ്ടേ? നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. ആ തർക്ക വിഷയങ്ങളൊക്കെ നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ടതല്ലേ? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ കാണാതെ പോകരുത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? വലിയൊരു ചർച്ചയാണ്. നല്ലൊരു വിഭാഗം ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്നവരാണ്. അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരാണ്. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിവിടാൻ വേണ്ടി നടക്കുന്നവരാണ്. ചരടുകളും മൈക്കല്ലുകളും ഏലസുകളും ഹോമവും നറുക്കും, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ഏതെല്ലാം അന്ധവിശ്വാസങ്ങളുണ്ടോ എല്ലാം സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ്, കയറ്റി അയക്കുന്നവരാണ്, കയറ്റുമതി ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് ഒരു സഹോദരിയും പറയരുത്. നാട്ടിലെ ഓരോ വിഷയങ്ങളും നിങ്ങളും പഠിക്കണം, നിങ്ങളും മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഏത് വിഷയം വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം പിന്നെ ബാക്കിയാക്കൂല, ഉടനെ ചോദിക്കും.
എത്രയാണ് മഹദിയുടെ ചരിത്രത്തിൽ കാണുന്നത്. മരിച്ചവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ കൊല്ലപ്പെട്ട ഖലീബ് ബദർ എന്ന് പറയുന്ന ബദറിന്റെ പൊട്ടക്കിണറ്റിലേക്ക് ബദറിൽ കൊല്ലപ്പെട്ട ശത്രുക്കളുടെ ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് ആ ശവശരീരങ്ങളെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ബോധ്യമായില്ലേ, നിങ്ങൾ മുന്നോട്ട് പോയിരുന്ന വഴിയൊക്കെ തെറ്റായിരുന്നു, ഞാൻ മുഹമ്മദ് പഠിപ്പിച്ച ആദർശമായിരുന്നു സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്ന് പറഞ്ഞപ്പോ അത് അവര് കേൾക്കുന്നുണ്ടോ എന്നൊരു ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിട്ട് അവരത്രയും ഉന്നതമായി ചിന്തിച്ചു എന്നർത്ഥം. അവര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചാ പറഞ്ഞത് അവര് നേരിട്ട് കേൾക്കാനല്ല, മരിച്ചവര് കേൾക്കൂല, മരിച്ചവര് കേൾക്കൂല. എന്നിട്ട് മഹദി ആയത്തോടെയാണ്, തെളിവോടെയാണ്, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആയത്ത് തെളിവോതുകയാണ്. ചർച്ചയിൽ അവര് പങ്കെടുക്കുകയാണ്, ചർച്ചക്ക് നേതൃത്വം കൊടുക്കുകയാണ്. എത്രയെത്ര മഹാന്മാരായ സ്വഹാബിമാരാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ നിന്ന് വിജ്ഞാനം നേടിയത്. അപ്പൊ വിജ്ഞാനം നേടലും വളരെ ഗഹനമായ വിഷയങ്ങളിൽ പോലും തന്റെ ശ്രദ്ധയുണ്ടാകലുമൊന്നും അതൊക്കെ ആണുങ്ങൾക്ക് വിധിക്കപ്പെട്ട സംഗതിയാണ്. അവരങ്ങനെ സംവാദവും ഖണ്ഡനവും വാദപ്രതിവാദവും മുഖാമുഖവും ഒക്കെ ആയിട്ട് പോകട്ടെ, ഞങ്ങൾക്ക് അത്തരം വിഷയങ്ങളൊന്നും കേൾക്കാൻ അങ്ങനെ താല്പര്യമില്ല. എന്നാൽ എന്താണ് തന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ആവശ്യമായതെന്ന് അറിഞ്ഞിരിക്കൽ ഏതൊരു പെണ്ണാണെങ്കിലും നിർബന്ധമാണല്ലോ, പുരുഷനാണെങ്കിലും നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഏത് വിഷയത്തിലുമുള്ള കൃത്യമായ കാഴ്ചപ്പാട് നിങ്ങൾക്കും വേണം. കാരണം എന്താ, ഏറ്റവും അന്ധവിശ്വാസം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്കിടയിലേക്കാണ്. കരുതിയിരിക്കണം, അതിന് അറിവ് വേണം, ആ അറിവ് നേടിയെടുക്കണം, ആ ബോധം നമുക്കുണ്ടാകണം. എല്ലാ രംഗത്തും നമ്മുടെ സംഭാവനകൾ സ്ത്രീകൾ. സൈനബ റളിയല്ലാഹു തആല അൻഹ മാതൃകാ മഹദിയാണ്, നമ്മുടെ ഉമ്മയാണ്, റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത്? നിബിതങ്ങൾ പറയാണ്, ഞാൻ മരിച്ചാൽ എന്നോട് ആദ്യം എന്റെ അടുത്തേക്ക് വരിക നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നീളമുള്ള കൈക്കാരിയായിരിക്കും, നീളമുള്ള കൈയുള്ള പെണ്ണായിരിക്കും. ഒരാളുണ്ട് ഭാര്യമാരുടെ കൂട്ടത്തിൽ നീളമുള്ള കൈയുള്ള ഒരു ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ മരിച്ചാൽ എന്നോട് ആദ്യം വന്ന് ചേരുക അവരായിരിക്കും. ഭാര്യമാരൊക്കെ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു നോക്കണം, ആരാ ഈ നീളമുള്ള കൈ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്വലുക്കുന്ന യദന്നാ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറെ നീളമുള്ള കൈയിന്റെ ഉടമ ആരായി? നീളമുള്ള കൈക്കാരി ആരാ? അത് കൈയിന്റെ നീളല്ല, സ്വതക്കയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ധാരാളം സ്വതക്ക ചെയ്യാനുള്ള മാനസികമായ അവസ്ഥയുണ്ടായിരുന്ന സൈനബ ബിബി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ധാരാളം എല്ലാ രംഗത്തും, തൗഹീദിന്റെ രംഗത്ത്, ഈമാനിന്റെ രംഗത്ത്, സഹായങ്ങൾ ചെയ്യുന്ന രംഗത്ത്, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗത്ത്, ഭർത്താക്കന്മാരെ ഹലാല് കൊണ്ട് മാത്രമേ ഇങ്ങോട്ട് കടന്നു വരാവൂ, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം, നരകം ഞങ്ങൾക്ക് സഹിക്കാനാവില്ലെന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരെ ജീവിത രംഗത്തേക്ക് യാത്രയാക്കിയ ഭാര്യമാരെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അവരുടേതായ കൃത്യമായ രൂപത്തിലുള്ള മാതൃകകൾ ലോകത്തിന്റെ മുമ്പിൽ സംഭാവന ചെയ്തുകൊണ്ടാണ് മഹാരഥകളായ സ്ത്രീകൾ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോയത്. മറക്കരുത് സ്ത്രീകളെ, മറക്കരുത് സഹോദരിമാരെ. ജീവിതത്തിൽ നമ്മൾ ആരും ഇവിടെ ഇങ്ങനെ കുടുംബജീവിതം മാത്രം നയിച്ച് ഇങ്ങനെ ഈ ലോകത്ത് നിന്ന് നമ്മൾ നമ്മുടേതായ ജീവിതം അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അത് ഇസ്ലാമിനെ കൃത്യമായി അറിയലാണ്, പഠിക്കലാണ്. ആ രംഗത്തുള്ള നമ്മുടെ പ്രത്യേകമായ കടമകൾ നമ്മൾ നിർവഹിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, ഇനി തുടരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളും തന്നെ കുറെ സമയമായി കാത്തിരിക്കുന്നവരാണ്. ജമാഅത്തിന്റെ ഇഖാമത്ത് വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇനി നാളെ നമുക്ക് സന്തോഷപൂർവ്വം റബ്ബിനെ കാണുവാനെന്ന നമ്മുടെ സമാപന പ്രഭാഷണത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുവാനും മാതൃകാപൂർണമായ ജീവിതം നയിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.